എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു, ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് കുറച്ച് കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്തായിരുന്നു. ചെറിയൊരു സ്റ്റാർട്ടപ്പാണ്, ചെറിയ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാർക്കറ്റിംഗ് ടീമിലേക്ക് വന്നൊരു, ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ തന്നെ സെലക്ട് ചെയ്തൊരു കുട്ടിയാണ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഇന്റേൺഷിപ്പ് ആയിട്ടോ. അതെ, അത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പോലെ ആയിരുന്നു. आज हो गई आवे रब दी महल ऊंची बोली है क्या प्रिया सुन ले चलो प्यास बढ़ती रहे प्यार हो रहे. ഭയങ്കര ജെനുവിനാണെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ജെനുവിനായിട്ട് പറയും, ഇങ്ങനെ ഒന്നും ഹൈഡ് ചെയ്യാറില്ല. അതൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി എനിക്ക്. ആളെങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഞാൻ പരിചയപ്പെടുമ്പോൾ. സത്യം സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയാം, ഞങ്ങളവിടെയൊക്കെ പൊതുവെ എന്താ ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭർത്താക്കന്മാരാണ്. കുറച്ച് ഫോർവേഡ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ കുറവാണ്. പക്ഷെ എന്നെ പരിചയപ്പെടുമ്പോൾ വളരെ ഫോർവേഡ് മൈൻഡഡ് ആയിട്ട്. പിന്നെ പക്ഷെ ഒരുപാട് സാഹചര്യങ്ങളനുസരിച്ച് മാറില്ലേ എന്ന് പറഞ്ഞ സ്നേഹത്തിന് കുറവൊന്നുമില്ലല്ലോ. ഉണ്ടോ പറയണം. ഫസ്റ്റ് മീറ്റ് ചെയ്തതാണ് നിങ്ങളുടെ വളരെ സർപ്രൈസ് ആയിട്ടുള്ള മൊമെന്റ്. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഈവൻ കുറേ പരിചയപ്പെട്ടു. ഞങ്ങൾ കൂടുതൽ ഓൺലൈൻ. ആക്ച്വലി ഞാൻ വളരെ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, എന്നെ എക്സ്ട്രോവേർട്ട് ആക്കി എടുത്തതാണ്. എനിക്ക് ഫ്രണ്ട്സ് എൻ്റെ ഗ്യാങ് വളരെ കുറവായിരുന്നു, ചുരുക്കം പേര്. എൻ്റെ ക്ലോസ് ആണ് പക്ഷെ ചുരുക്കം പേരായിരുന്നു. പിന്നെ ബിടെക്കാണല്ലോ, പിന്നെ പറയണല്ലോ. എന്നാലും ഞാൻ കുറച്ച് പേരിൽ ഒതുങ്ങിയതായിരുന്നു. പിന്നെ ഇന്റേൺഷിപ്പ് നമുക്ക് മാൻഡേറ്ററി ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ആദ്യം ഫസ്റ്റ് കണ്ടതാണ് വളരെ സർപ്രൈസിങ്. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് പേര് ബംഗാളി, കാരണം ബുഹാരി എന്നുള്ള മലയാളിയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെ പറയുകയാണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും കൂടെ കണ്ടക്ക്. അതുകൊണ്ടാണ് ലൈക്ക് എനിക്ക് ഇത്ര ലോങ് ആയിട്ട് കൂടി പാരൻസ് ഒക്കെ ഇതാക്കാൻ പറയും. പിന്നെ എൻ്റെ വീട്ടുകാരന്വേഷിച്ചപ്പം പുള്ളിക്കാരനെ കുറിച്ച് ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ആരടുത്തും കിട്ടിയിട്ടില്ല. ഇവൻ അവർ നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും അന്വേഷിച്ചു.